നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന ഡോർ അതിന് സൂട്ട് ആവണമെന്നില്ല. പക്ഷെ ഇത് കസ്റ്റമറുടെ എന്താണോ ഐഡിയ, അവന്റെ എന്താ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം നമ്മൾ കൊടുക്കും. ഇനി ഇത് മരമല്ലാന്ന് ഒരാളും പറയില്ല, തൊട്ട് നോക്കിയാലും മരാന്ന് തോന്നൂല. അത്രയും നല്ല കേരളം മുഴുവൻ പ്യൂർ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിന്റെ ടാങ്കുകൾ നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഡോർസും ലൈഫ് ടൈം വാറന്റിയാണ്. ഇനിയിപ്പോ നമ്മുടെ 2-3 തലമുറ കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് വിറ്റാലും പൈസയാണ്. സ്വർണ്ണം മേടിക്കുന്ന പോലെയാണ്. അപ്പൊ രതീഷ് ഭായിയുടെ ഡിപ്പിംഗ് യൂണിറ്റ് ആണ് കാണുന്നത്. 10 അടി താഴ്ച. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗാൽവാനിക് കുറച്ചൊരു കളിയില്ല അല്ലേ? കുറഞ്ഞത് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് നാളെ കൂടെ ജീവിക്കണമല്ലോ. അതെ, അത് ജീവിക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിപ്പോ നിൽക്കുന്നത് ഒരുപാട് കാറുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്തല്ല, ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നപ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഹൈഡ്രോ പ്യൂർ, ഇതാണ് കമ്പനിയുടെ പേര്, ആർടെക് ഇൻഡസ്ട്രീസ്. പലപ്പോഴും പറയാറുണ്ട്, പല സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ മുതലാളിനെ കാണിക്കുന്നില്ല എന്ന്. മുതലാളിനെ കാണിക്കാം, ഒരു മുതലാളി വരും. ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ. ഹൈഡ്രോ പ്യൂർ വാട്ടർ കേരളം മുഴുവൻ പ്യൂർ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിന്റെ ടാങ്കുകൾ നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഡോർസും അല്ലേ, ഡോർസിന്റെ ഫോട്ടോസ്. 2 കമ്പനി ഉണ്ട് അല്ലേ? പേരെന്താണെന്ന് പരിചയപ്പെടുത്തി. രതീഷ് എന്നാണ് പേര്, പെരുമ്പാവൂർ സ്വദേശിയാണ്. കമ്പനിയിലെ മെറ്റീരിയലും മെഷീനും പുറത്തുനിന്ന് ഇറക്കുക ചെയ്യുക. ഇവരങ്ങനെയില്ല, മെറ്റീരിയൽ പുറത്തുനിന്ന് ഇറക്കും, മെഷീൻ നിങ്ങൾ തന്നെ നിർമ്മിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻ നിങ്ങൾ നിർമ്മിക്കും. അപ്പൊ പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന മെഷീനേക്കാളും നല്ല ക്വാളിറ്റി മെഷീനൊക്കെ നിർമ്മിച്ചിട്ട് ഇത് കേരളത്തിലെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ടാങ്ക് ഒഴിവാക്കിയിട്ട് എല്ലാ സ്റ്റീലിന്റെ ടാങ്ക് വരും. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ നിന്ന് വല്ല ഹാംഫുൾ എഫക്ട് വരും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ടാങ്ക് ഒഴിവാക്കണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ഹാംഫുൾ എഫക്ട് മാത്രമല്ല, പ്ലാസ്റ്റിക് ടാങ്ക് മിക്കവാറും കഴുകലില്ല. ആ കഴുകാനും കൂടിയിട്ട് നമുക്ക് ഈ ഒരു ടാങ്കിൽ അടിവശത്താ ഓപ്ഷൻ ഉണ്ട്. ആ വെറുതെ ലിവർ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇവിടെ മൂടാനുള്ള മൂടിയൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനാണ് വളരെ ഈസി. ഇനി ഇതിന് വില എന്ത് വില ഉണ്ടാവും? ഏകദേശം ഒരു വില, ഒരു 30,000 രൂപക്ക് വില വരിക. ലൈഫ് ടൈം വാറന്റിയാണ് ഇതിന്. ഇനിയിപ്പോ നമ്മുടെ 2-3 തലമുറ കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് വിറ്റാലും പൈസയാണ്. സ്വർണ്ണം മേടിക്കുന്ന പോലെയാണ്. ഇരുമ്പ് ലോഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നഷ്ടം വരില്ല. ലോഹം ഭൂമിയിൽ വളരെയധികം കുറഞ്ഞ് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഇത് ഇവിടുന്ന് ഡയറക്റ്റ് സപ്ലൈ ഒന്നുമില്ല. ഇത് ഇവര് ഡീലേഴ്സ് വഴിയാണ് കൂടുതൽ വിൽക്കുന്നത്. അല്ലെങ്കിൽ ഡീലേഴ്സ് വഴി കൊടുക്കും. എന്തായാലും ഈ ഒരു സ്റ്റീൽ വാട്ടർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോ പ്യൂർ വാട്ടർ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ സ്റ്റീൽ വാട്ടറിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് മാത്രമുള്ള യൂണിക് ഒരു ഫ്യൂച്ചറും കൂടി ഉണ്ടല്ലോ. ഇതിന്റെ ബോട്ടം കണ്ടോ, സാധാരണ സ്റ്റീൽ ടാങ്കിന്റെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം വന്നിട്ട് പിന്നെ ഫ്ലാറ്റ് ആയിരിക്കും. നമ്മുടെ ഫുള്ള് കാർബോണേറ്റ് ശരിക്കും ഡിഷ് പോലെയാണ്. ശരിക്കും വെള്ളം 100% വെള്ളം, അതായത് വെള്ളം ഫുള്ളായിട്ട് തീർക്കും. വെള്ളം മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന ചളി കൂടിയിട്ട് അഴുക്കും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് സെഡിമെന്റ് കൂടി ഇതിനകത്തേക്ക് പോരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹൈഡ്രോ പ്യൂർ വാട്ടർ മറക്കണ്ട. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ബിബിയുടെ എല്ലാവരും ഉണ്ട്, വരും. ഞങ്ങൾ വിജയബാവയുടെ കുറച്ച് ആളുകൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞങ്ങളൊരു മെമ്പറാണ് ഇദ്ദേഹം, അതുകൊണ്ട് കൂടുതൽ ഗ്യാരണ്ടിയാണ്. അടുത്ത കമ്പനിയോടാണ് സ്റ്റീൽ ഡോറും കൂടി കാണാം. ഇതിവിടെ സ്റ്റീലിന്റെ വിൻഡോസും ഡോർസും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ രതീഷ് ഭായിയുടെ ഡിപ്പിംഗ് യൂണിറ്റ് ആണ് കാണുന്നത്. 10 അടി താഴ്ച. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡ്രൈ ആവുന്ന ആ ഒരു പ്രക്രിയ പൂർത്തിയാവും. അതിന് പ്രത്യേക തരത്തിലുള്ള അവരുടെ ഒരു സീക്രട്ട് പെയിന്റിംഗ് ഒക്കെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഡിപ്പിംഗ് ഉണ്ടല്ലോ ഒരു ഇതിന്റെ. ഇതുപോലെ ചെറിയൊരു മോട്ടർ വെച്ചേക്കാണ്. ആ മോട്ടർ ഇങ്ങനെ ഇറക്കിയിട്ട് ഇതിന് മുകളിൽ കൊളുത്തി വീണ്ടും ഒന്നിക്കുന്നു. അല്ലേ, ഇത് കറക്റ്റ് ആയിട്ട് ഇറക്കിയതാണ് ഡിപ്പിംഗ് ഉണ്ടല്ലേ. അല്ലേ, കഴിഞ്ഞു. വേസ്റ്റേജ് വളരെ വളരെ കുറവാട്ടോ ഡിപ്പിങ്ങിന് വരുന്നത്. പിന്നെ എല്ലാ ബുക്കിലും മൂലയിലും സാധനത്തും. ഇന്നർ കോട്ടിങ്ങിൽ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് പെയിന്റ് അടിച്ചാലോ സ്പ്രേ ചെയ്താലോ കിട്ടില്ല. പൗഡർ കോട്ടിങ് വരില്ല. ഇതിപ്പോ ഉള്ളിലേക്കൊക്കെ കയറി. പ്രൈമറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനോട് പെയിന്റ് അടിക്കാം. ഇനി ഇതിനോട് വുഡ് ഗ്രെയിൻസ് വരച്ച് വുഡ് ആക്കി കൊടുക്കാം ആവശ്യമാണെങ്കിൽ. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ പല ട്രെൻഡുകളും വുഡ് ഗ്രെയിൻസ് വരയ്ക്കുന്നതിലും നല്ലത് നമുക്കൊരു സിംഗിൾ കളർ വൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വീടിനെ ഒരു കണ്ടംപററി വീടുകൾക്ക് ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജിഐനൊക്കെയും കുറച്ചുകൂടെ ഹൈ എൻഡ് ടാറ്റയുടെ ഗാൽവാനോ മെറ്റീരിയൽ. ഗാൽവാനോ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. പോയിന്റ് ശ്രദ്ധിക്കണം, നമ്മൾ ജിഐ പോലെയല്ല. ജിഐ വെച്ചാല് ഒരു കോട്ടിങ്ങേ ഉള്ളൂ. ഇത് അതിന്റെ അപ്പുറത്തേക്കാണ് വരുന്നത് അല്ലെ. വില കുറച്ച് കൂടുതലുണ്ട്. ക്വാളിറ്റി ഡബിൾ ആണ്. ലൈഫ് ടൈം വാറന്റി ആണ് ഇതിനേട്ടാ. തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ ഇതിന്റെ കോട്ടിങ് എപ്പോഴും പെർഫെക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമില്ല. ഈ മരം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള മരം അല്ലെങ്കിൽ 2-3 കൊല്ലം കൊണ്ട് അത് കുത്തിപ്പോവാനും സ്ട്രിങ്ങേജ് വരാനും എക്സ്പാൻഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസ്, സ്റ്റീൽ ഡോർസ് തന്നെയാണ്. അപ്പൊ സ്റ്റീൽ ഡോറിൽ നിങ്ങളൊരു ഇന്നോവേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുത്താലോ. ഇത് കണ്ടോ, ഇതിന്റെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പക്ക കേരള ട്രഡീഷണൽ ലുക്കിലേക്ക് വന്നിട്ടില്ല. സാധാരണ നമ്മുടെ എംബോസ്ഡ് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് വരില്ല. ശരിയാ.
അത്ര ഒരു യൂണിക് ആയിട്ടുള്ള ഡിസൈൻ ആണിത്. അത് മെമ്പറൈന്റെ വർക്ക് മെമ്പറൈൻ വെച്ച് ചെയ്യണ പോലെ ഇത് അങ്ങനെയല്ല, ഇത് ശരിക്കും വുഡ് കാർവ് ചെയ്ത പോലത്തെ ലുക്ക് അതുപോലെ തന്നെ ചെയ്യും. ആ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതല്ലേ, അതിന് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു അതിൻ്റെ അകത്ത് ഒരു കൊണ്ടുവരുന്ന ഓരോ ഡിസൈൻസ് ഉണ്ട്. അത് അവരൊരു ഇഷ്ടത്തിന് ചെയ്യണം. അതിനനുസരിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന ഡോർ അതിന് സൂട്ട് ആവണമെന്നില്ല. പക്ഷെ ഇത് കസ്റ്റമറുടെ എന്താണോ ഐഡിയ, അവന്റെ എന്താ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം നമ്മൾ ചെയ്യും. ഇപ്പൊ ചില വീടുകളിലെ വാതിൽ അടഞ്ഞ് കിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാവും, ഒരു വെളിച്ചം കിടക്കണം. അപ്പോൾ കൊതു വരാനും പാടില്ല. എന്നാൽ പുറത്തുള്ള കാഴ്ചകൾ അവർക്ക് നന്നായി കാണും വേണം. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കാല്ലേ. ഇതാണ് തുറന്നിടാം, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇത് മരമല്ല എന്ന് ഒരാളും പറയില്ല, തൊട്ട് നോക്കിയാലും മരാന്ന് തോന്നൂല. അത്രയും നല്ലൊരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഗാൽവാനോ സ്റ്റീൽ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഗാൽവാനോ സ്റ്റീലിൽ കുറച്ചൊരു കളിയില്ല അല്ലേ. മെറ്റീരിയൽ കുറഞ്ഞത് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് നാളെ കൂടെ ജീവിക്കണമല്ലോ. അതെ, അത് ജീവിക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തൊക്കെ നിർമ്മിക്കുന്നുണ്ട്? സ്റ്റീലിന്റെ ഡോറ്, സ്റ്റീലിന്റെ വിൻഡോസ്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക്. അത് ഡൊമസ്റ്റിക് ആവശ്യമുള്ള 5000 ലിറ്റർ വരെ ഉള്ളത്. 5000 ലിറ്റർ മുകളിലേക്കുള്ള 5000, 10000, 15000 കൊമേഴ്സിലും ചെയ്യുന്നുണ്ട്. കൊമേഴ്സിൽ അത് 1.5 ലാഖ് ലിറ്റേഴ്സ് വരെ ഉള്ളതുണ്ട്. 1.5 ലക്ഷം ലിറ്റേഴ്സിന്റെ ടാങ്ക് നിർമ്മിക്കുന്ന കമ്പനിയുടെ ഓണറാണ്. കേരളത്തിൽ ആരും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയാം. പിന്നെ ചെയ്യുന്നത് ഡോറുകൾ. മെഷീൻ നിർമ്മിക്കുന്നുണ്ട്, പുതിയ പുതിയ R&D കൊണ്ടുവരുന്നുണ്ട്. എന്താണ് പഠിച്ചു വന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത? IT വെൽഡിംഗ് പഠിച്ചത്. ആ വെൽഡിംഗ് കൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഡിസ്ട്രിബ്യൂഷനോ ഡീലർഷിപ്പോ പ്രൊഡക്റ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. എഞ്ചിനീയേഴ്സിനും അതുപോലെ ആർക്കിടെക്റ്റിനും ഒക്കെ നേരിട്ട് വരാം. നിങ്ങളൊരു വീട് പണിയുന്ന ആളാണെങ്കിൽ വരാം. അത് മാത്രമല്ല, ഇനി ഒരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിലും സഹായിക്കും, വിഷയം കൊടുക്കും, ടെക്നോളജി കൊടുക്കും. ഓപ്പൺ മാർക്കറ്റാക്കി മാറ്റുകയാണ്. എന്തായാലും ടാങ്ക് കമ്പനിക്കാർ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രത്യേകതരം കൊട്ടേഷൻ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം എല്ലാവർക്കും ഇത് കൊടുക്കാൻ ID കൊടുക്കുന്നതിന്റെ പേരിലല്ലേ. താങ്ക് യു സോ മച്ച്.